രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ അമിതമായാൽ അമൃതം വിഷമെന്ന് പറയും. ഭാര്യനെയും മക്കളെയും നോക്കാതെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഈ പാർട്ടിയുടെ പുറകെ നടന്ന് തല്ലും മേടിച്ച് കീജയും പിടിച്ച് മദ്യം അടിച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം മുഴുവൻ തകർന്നു പോകും. രാഷ്ട്രീയത്തിൽപ്പെട്ട് കുടുംബം തകർന്നു പോയവരുണ്ട്. ഈ രാഷ്ട്രീയം അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ കയ്യിലെ കാശും തീർക്കും, വീടിൻ്റെ സ്വത്തും തീർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. രാഷ്ട്രീയത്തിൽ കാശുണ്ടാക്കുന്നവരും ഉണ്ട്. അതല്ല തലം വേണ്ടത്. നമുക്ക് എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുക. രാഷ്ട്രീയത്തിന് അതിൻ്റേതായ തലം കൊടുത്താൽ മതി. രാഷ്ട്രീയക്കാർ തന്നെയും വർഷത്തിലൊരിക്കൽ ധ്യാനത്തിന് പോകുന്നവരില്ലേ, നമ്മുടെ മന്ത്രിമാർ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ ഈ രാഷ്ട്രീയത്തിൻ്റെ പുറകെ പരക്കം പായാതെ നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി രാഷ്ട്രീയം എന്നുള്ള തലം കൊടുക്കുക. ഇങ്ങനെ വന്നാലേ ജീവിതത്തിൽ ഇതൊരു പൈശാചിക ബന്ധനം പോലെ തോന്നാറുണ്ട്. താരാരാധന, ഞങ്ങളുടെ നേതാവ് സിന്ദാബാദ്, ഇങ്ങനെ പുറകെ നടക്കുന്ന പാർട്ടീസുണ്ട്. കർത്താവേ, മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ഇന്ന് ലോകത്തുള്ളത്. കർത്താവേ, അതിൻ്റെ പുറകെ പോയി അതിന് തത്വങ്ങളോ നിയമങ്ങളോ ഇല്ലാത്തൊരു രാഷ്ട്രീയം, തത്വാധിഷ്ഠിതമല്ലാത്ത രാഷ്ട്രീയത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ, ഇവരെ സുഖപ്പെടുത്തണമേ. രാഷ്ട്രീയത്തിൻ്റെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണം, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.